സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും അതുപോലെ തന്നെ ട്രേഡ് ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആയിരക്കണക്കിന് രൂപയ്ക്ക് പെയ്ഡ് കോഴ്സുകൾ എടുത്തിട്ടുള്ളവരാണോ നിങ്ങൾ? എന്നാൽ ഇതാ ബേസിക് മുതൽ അഡ്വാൻസ് വരെ വളരെ ഫ്രീ ആയി തന്നെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഇനി പഠിച്ചെടുക്കാം. ഈ ഒരു ചാനലിൽ ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നിക്കൽ അതുപോലെ തന്നെ ഫണ്ടമെന്റൽ അനാലിസിസും അതുപോലെ പലതരത്തിലുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജിയും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന സീരീസ് ഓഫ് വീഡിയോസിൽ അവസാനമായി എങ്ങനെ കൺസിസ്റ്റന്റ് ആയി ഇൻകം അതും ലോ റിസ്കോട് കൂടി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും എങ്ങനെ ഉണ്ടാക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിനെ ഫോളോ ചെയ്യാനും മറക്കരുത്. ഇതിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന വീഡിയോസിന്റെ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ചെയ്യാൻ പോകുന്ന ഒരു തുടക്കക്കാരനാണെങ്കിൽ സാധാരണയായി ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് എത്ര രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നത്. 100 രൂപയ്ക്ക് വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ടൈം ഈസ് മണി. അതായത് ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി അനാലിസിസ് ചെയ്തു വാങ്ങി 1-2 ആഴ്ച വെയിറ്റ് ചെയ്തു വാങ്ങിയ സ്റ്റോക്കിന്റെ വില 1% കൂടിയെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ തന്നെ നമുക്ക് 1% റിട്ടേൺ ആണ് ലഭിച്ചിരിക്കുന്നത്. അതായത് 1 രൂപ പ്രോഫിറ്റ് ലഭിച്ചു. ഇത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്തതിന് 1 രൂപ റിട്ടേൺ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലാഭകരമായ കാര്യമല്ല. പിന്നെ ഒരു തുടക്കക്കാരൻ ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന് കൈവശമുള്ള പണം ഇരട്ടിയാക്കണം എന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ ഇൻവെസ്റ്റ് ചെയ്ത പണം പോകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓൾറെഡി ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്ത് പണം നഷ്ടപ്പെട്ടവരും ഉണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ അവർ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഇതൊരു എക്സാമ്പിൾ വഴി നമുക്ക് മനസ്സിലാക്കാം. 3-4 വർഷമുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്തതിനു ശേഷം ഒരു ജോലി ലഭിക്കുന്നു എന്ന് കരുതുക. കോഴ്സിന് ശേഷം നല്ലൊരു പ്ലേസ്മെന്റ് ലഭിച്ചില്ല എങ്കിൽ ഒരു തുടക്കക്കാരന് ശമ്പളം ലഭിക്കുന്നത് 10,000 മുതൽ 15,000 രൂപ വരെ ആയിരിക്കും. കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ലക്ഷക്കണക്കിന് രൂപയായിരിക്കും ചിലവാക്കിയിരിക്കുന്നത്. 4-5 അതിൽ കൂടുതൽ ചിലവാക്കിയിരിക്കാം. ഇത്രയും രൂപ ചിലവാക്കി നമുക്ക് മാസം ലഭിക്കുന്ന ഈ ഒരു ചെറിയൊരു തുകയ്ക്കും നമ്മൾ സന്തോഷവാനായിരിക്കും. പിന്നീട് തുടർന്ന് നമ്മൾ എക്സ്പീരിയൻസ് ലഭിച്ച ശേഷം നമുക്ക് നല്ലൊരു ജോലി പിന്നീട് ലഭിക്കുകയാണ് ചെയ്യുക. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം ഒന്നും അറിയാതെ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെയാണ് പലരും ട്രേഡ് ചെയ്യാൻ വരുന്നത്. ട്രേഡ് ചെയ്ത് പണം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആദ്യമായി ചിന്തിക്കേണ്ടത് നഷ്ടപ്പെട്ട ആ ലക്ഷങ്ങൾ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുവാൻ ചെലവാക്കാമെന്ന് കരുതി അങ്ങ് മറന്നു കളയുക. കാരണം നഷ്ടപ്പെട്ട ആ രൂപ തിരിച്ചു പിടിക്കാൻ ട്രേഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ കൈവശം ഇനി ബാക്കിയുള്ള രൂപ വരെ ഇത്തരത്തിൽ ട്രേഡ് ചെയ്ത് നഷ്ടപ്പെടുത്താനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതൽ. നഷ്ടപ്പെടുത്തിയ ആ രൂപ നിങ്ങൾ മറന്നു കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ലഭിക്കുന്ന ചെറിയ പ്രോഫിറ്റ് നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുകയും പിന്നീട് അങ്ങോട്ട് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെയല്ല നഷ്ടപ്പെട്ട ആ ഒരു പണം വേഗത്തിൽ സമ്പാദിക്കണം എന്ന് കരുതി നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വരികയാണെങ്കിൽ കൈവശം ബാക്കിയുള്ള രൂപ കൂടി പോയതിനു ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ ഈ ഒരു ഡിമാർട്ട് അക്കൗണ്ട് ക്ലോസ് ആകുന്നത്. ഇനി ഒരു തുടക്കക്കാരനാണെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ ടൈം വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഓരോ വ്യക്തികൾക്കും പലതരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും. നല്ലൊരു ലൈഫ് സ്റ്റൈൽ, നല്ലൊരു പാർട്ട് ടൈം വരുമാനം, അല്ലെങ്കിൽ വീട്, കാർ, കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി ഇങ്ങനെ പലതുമാകും. അതിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്. 5,000 രൂപ കൊണ്ട് 50,000 രൂപ ഉണ്ടാക്കാമെന്ന് കരുതി ട്രേഡിംഗ് തുടർന്നവർക്ക് ആ കൈവശമുള്ള പണം കൂടി നഷ്ടപ്പെടാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതൽ. എത്ര റിസ്ക് എടുക്കാം, എത്രത്തോളം റിസ്ക് എടുക്കാം എന്നത് ആദ്യമേ മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ ഇമോഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലഭിക്കുന്ന റിട്ടേൺ. അതായത് എടുത്ത ട്രേഡിൽ 2-3% ലോസ് കാണുമ്പോൾ തന്നെ ട്രേഡ് ക്ലോസ് ചെയ്യുന്നവരുണ്ട്. ഒരുപക്ഷെ നല്ലൊരു റിട്ടേൺ ലഭിക്കാവുന്ന ട്രേഡ് ആയിരിക്കാം ഇത്. ഇത്തരത്തിൽ നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കോൺഫിഡന്റ് ആയി നമ്മളെടുത്ത ട്രേഡിൽ നമുക്ക് ഇരിക്കുവാൻ സാധിക്കുക. ലഭിക്കേണ്ടുന്ന റിട്ടേൺ ആദ്യമേ മനസ്സിൽ കരുതുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിട്ടേൺ എത്രയാണോ അതിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്. അതായത് പ്രായോഗികമല്ലാത്ത റിട്ടേൺ പ്രതീക്ഷിച്ചു സ്റ്റോക്ക് മാർക്കറ്റിൽ വരികയാണെങ്കിൽ കൈവശമുള്ള പണം കാലിയാകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. ഇതിനെക്കുറിച്ച് കൂടുതൽ ഇനി വരും വീഡിയോയിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു മാസം എത്ര രൂപ സേവ് ചെയ്യണം? ദ റിച്ച് മാൻ ഇൻ ബാബിലോൺ 1926 പബ്ലിഷ് ചെയ്ത ഒരു പ്രസിദ്ധമായ ഒരു വെൽത്ത് മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഒരു ബുക്കാണിത്. ഇതിൽ പ്രകാരം ഏതൊരു വ്യക്തിയും മാസ വരുമാനത്തിന്റെ 5-1 ഭാഗം സേവ് ചെയ്യണം എന്നാണ്. അതായത് മാസ വരുമാനത്തിന്റെ 20% ഒരു വ്യക്തി സേവ് ചെയ്യേണ്ടതുണ്ട് ഒരു മാസം. 50,000 രൂപ മാസം വരുമാനമുള്ള ഒരാൾ 10,000 രൂപയെങ്കിലും സേവ് ചെയ്യണം. ഇനി ഈ ഒരു സേവിങ്സിൽ എത്ര നാം ഷെയർ ട്രേഡിംഗിൽ ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കേണ്ടതുണ്ട്. ഇനി നമുക്കിതൊരു ഏജ് വൈസ് ഈ ഒരു സേവ് ചെയ്യുന്ന എമൗണ്ടിൽ എത്രത്തോളം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. 18 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ സേവ് ചെയ്യുന്ന 10,000 രൂപ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക് നോക്കാം.
ഫിക്സഡ് ഇൻകം നൽകുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലുള്ള ഒരു സ്കീമിൽ 1000 രൂപ വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ 3000 രൂപ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, അതായത് ETF, മ്യൂച്വൽ ഫണ്ട്, ഡിബഞ്ചേഴ്സ്, ട്രഷറി ബോണ്ട് പോലുള്ള റിസ്ക് കുറഞ്ഞ സ്കീമിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ബാലൻസ് വരുന്ന 6000 രൂപ നമുക്ക് ഈ ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ചെറിയ പ്രായത്തിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വർഷം തോറും നമ്മുടെ ഇൻകം കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് എടുക്കാനുള്ള കാപ്പബിലിറ്റിയും ഈ ഒരു പ്രായപരിധിയിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ മൊത്തം സേവിങ്സിന്റെ ഒരു 60% ഇത്തരത്തിൽ നമുക്ക് ട്രേഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാവുന്നതാണ്. 35 വയസ്സ് മുതൽ 50 വയസ്സ് പ്രായമുള്ള വ്യക്തികൾ സേവ് ചെയ്യുന്നതിന് 10000 രൂപ എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം നമുക്ക് നോക്കാം. ഫിക്സഡ് ഇൻകം നൽകുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലുള്ള സ്കീമിൽ 2000 രൂപ വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ 4000 രൂപ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, അതായത് സ്റ്റോക്സ് തന്നെ ലോങ് ടേമിലേക്കായിട്ട് നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ETF, മ്യൂച്വൽ ഫണ്ട്, ഡിബഞ്ചേഴ്സ്, ട്രഷറി ബോണ്ട് പോലുള്ള റിസ്ക് കുറഞ്ഞ സ്കീമിൽ നമുക്ക് ഈ ഒരു 4000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. ബാലൻസ് വരുന്ന 4000 രൂപ നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. 50 വയസ്സിന് മുകളിൽ പ്രായം ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ ഉള്ളവർക്ക് ട്രേഡിങ്ങിൽ അവരുടെ എക്സ്പോഷർ കുറക്കുവാനാണ് ശ്രമിക്കേണ്ടത്. 8000 രൂപയോളം റിസ്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ബാലൻസ് ഉള്ള 2000 രൂപ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടി മാറ്റി വെക്കാം. മുകളിൽ പറഞ്ഞവ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡിസിഷൻ ആണെങ്കിലും ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ ഫോളോ ചെയ്യാവുന്ന ഒരു മണി മാനേജ്മെന്റ് ആണ്. ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കോൺഫിഡന്റ് ആയി ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സേവിങ്സിൽ നിന്നും കൂടുതൽ എമൗണ്ട് ഇത്തരത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത് വരാൻ പോകുന്ന വീഡിയോയിൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും എത്രത്തോളം പണം ഉണ്ടാക്കാം എന്നതാണ്. സോ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇനി വരാൻ പോകുന്ന വീഡിയോകൾ കൃത്യമായ നോട്ടിഫിക്കേഷൻ വേണമെങ്കിലും ഈ ഒരു ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.